സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 86-ാം ദശകം പഠിക്കാം. ഈ ദശകത്തിൽ സാൽവൻ, ദന്തവക്ത്രൻ ഇവരുടെ വധവും ഭാരത യുദ്ധവുമാണ് പ്രധാനമായി വർണ്ണിക്കുന്നത്. സാൽവോ ഭൈഷ്മീ വിവാഹേ യദുബലവിജിതശ്ചന്ദ്രചൂടാദ്വിമാനം വിന്ദൻ സൗഭം സമായി ത്വയി വസതി ഗുരൂം സ്തുത്പുരീമഭ്യഭാക്ഷീത് പ്രത്യുംസ്തം നിരുന്ധൻ നിഖില യദുഭടേർ ന്യഗ്രഹീതുഗ്രവീര്യം തസ്യാമത്യം ദ്യുമന്തം വ്യജനി ച സമരം സപ്തവിംശത്യഹന്തഃ. സാൽവൻ ഭൈഷ്മീ വിവാഹി. ഭൈഷ്മി രുക്മിണിയാണല്ലോ. രുക്മിണിയെ ശ്രീകൃഷ്ണൻ അപഹരിച്ചുകൊണ്ട് പോരുമ്പോൾ യുദ്ധം ചെയ്തവരിലെ ശിശുപാലന് ഈ സാൽവനും ഉണ്ടായിരുന്നു. ആ വിവാഹ സമയത്ത് യദുബല വിജിത, ആ യാദവ ബലത്താൽ ബലരാമൻ്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ജയിക്കപ്പെട്ടു. ഈ സാൽവൻ ഒരു പ്രധാന രാജാവാണ്. സാൽവൻ അത് വലിയ ക്ഷീണമായിപ്പോയി. അദ്ദേഹം നേരെ പോയി പരമശിവനെ തപസ് ചെയ്തൊരു വലിയ വിമാനം പരമശിവൻ സമ്മാനമായി കൊടുത്തു. എന്നിട്ട് ആ ഒരു വരവും കൊടുത്തു. അപ്പോൾ സാൽവൻ പറഞ്ഞു, എനിക്ക് യാദവരെ ജയിക്കണം, അതിനു വേണ്ടിയാണ്. പരമശിവൻ പറഞ്ഞു, എങ്ങനെയാണ് യാദവർ നിന്നെ തോൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണൻ്റെ കാര്യത്തിൽ നീ കൃഷ്ണൻ ഉള്ളപ്പോൾ പോകരുത്, അല്ലെങ്കിൽ യാദവർ നിന്നെ തോൽപ്പിക്കുകയില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അതിനാണ് ആ വിമാനം കൊടുത്തത്, സൗഭം. ചന്ദ്രവിമാനം, സൗഭം എന്ന വിമാനം. വിന്ദൻ എന്ന് പറഞ്ഞാൽ അത് നേടിയവനായിട്ട് സഹ മായി, മായ പ്രയോഗം അറിയാവുന്ന ആളാണ്. ത്വയി വസതി കുരുവും എന്നാണ്. നീ കുരുവിൻ വസതി, കുരുക്കളെന്ന് പറഞ്ഞാൽ കുരുരാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഹസ്തിനപുരത്ത് അവിടെ പോയിരുന്നല്ലോ, യുധിഷ്ഠിരൻ്റെ അവിടെ പോയ സമയത്ത് വസതി, അവിടെ വസിക്കുമ്പോൾ രാജസൂയം നടത്താൻ നേതൃത്വമൊക്കെ നടത്തിയത് കൃഷ്ണനാണല്ലോ. ആ സമയത്ത് ത്വത്പുരിയും അഭ്യഭാംക്ഷി, ദ്വാരകയെ ആക്രമിച്ചു, നിൻ്റെ പുരിയെ ആക്രമിച്ചു, അഭ്യഭാംക്ഷി ആക്രമിച്ചു. അവിടെ പ്രദ്യുമ്നൻ ഉണ്ടായിരുന്നു. പ്രദ്യുമ്നസ്തം നിരുന്ധൻ, പ്രദ്യുമ്നൻ അവനെ തടഞ്ഞു നിർത്തി എന്നാണ് നിരുന്ധൻ. അഖില യദുഭടൈഹി, യദുഭടന്മാരും ഉണ്ടായിരുന്നല്ലോ അവിടെ അവരോടുകൂടി തടഞ്ഞു നിർത്തി. എന്നിട്ട് ന്യഗ്രഹീത് ഉഗ്രവീര്യം തസ്യാമാത്യം, നഗ്രഹീന്ന് വധിച്ചു ഉഗ്രവീര്യനായ അവൻ്റെ അമാത്യം എന്ന് പറഞ്ഞാൽ മന്ത്രി, പ്രധാന മന്ത്രിയെ ദ്യുമാൻ എന്നായിരുന്നു പേര്, ദ്യുമന്തം, ദ്യുമാനെ വധിച്ചു. വ്യജനിച്ച സമരം നീണ്ടു നിന്നു. വ്യജനി എന്ന് പറഞ്ഞാൽ നീണ്ടു നിന്നു. സപ്തവിംശത്യഹന്തഃ, 27 ദിവസം നീണ്ടു നിന്നു. ആരും ജയിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അവിടെ കൃഷ്ണനും ബലരാമനും ഇതറിഞ്ഞു. അവർ തിരിച്ച് പെട്ടെന്ന് വന്നു. അവർക്ക് മനസ്സിലായി ഇവിടെ ആ സാൽവൻ വരം ഒക്കെ നേടിയിട്ടുള്ള ആളാണ്, തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. കൃഷ്ണൻ വന്നാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അതാണ് താവത്തും രാമശാലീ തുരിതമുപഗതഃ ഖണ്ഡിതപ്രായ സൈന്യം സൗവേശം തം ഞരുന്ധസജ കില ഗദയാ ശാർംഗമഭ്യം അഭ്രംശയത്തെ മായാതാതം വിഹിംസീദപി തവ പുരതസ്തത്വയാവി ക്ഷേണാർത്ഥം നാജ്ഞായിത്യാഹുരേകേ തദിതമവമതം വ്യാസയേ വന്യഷേധീത്. പെട്ടെന്ന് അവരിഞ്ഞെത്തിയാണ്. താവതപ്പോൾ ത്വം, നീ രാമശാലി ബലരാമനോടുകൂടി ദുരിതം പെട്ടെന്ന് ഉപഗത എത്തിച്ചേർന്നു. ഖണ്ഡിതപ്രായ സൈന്യമായ ഏകദേശം, ഖണ്ഡിതപ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം നശിച്ചു കഴിഞ്ഞത്, പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം, അങ്ങനെ സൈന്യത്തെ തോടുകൂടിയ സൗഭേഷനെ, ആ സൗഭം എന്ന വിമാനത്തിൻ്റെ ഈശൻ എന്ന് പറഞ്ഞാൽ സാൽവനെ തം ഞരുന്ധ എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തി. സഹച്ച കില ഗതയാവനും, കില പോലും എന്നുള്ള അർത്ഥം, അതെല്ലാം അവ്യയമാണ്. ഗത കൊണ്ട് ശാർംഗം അഭ്രംശയത് തേ എന്ന് പറഞ്ഞാൽ നിൻ്റെ ശാർംഗത്തെ, അങ്ങയുടെ വില്ലിനെ അഭ്രംശയൽ തെറിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഗത കൊണ്ട് അത്ര ശക്തനായിരുന്നു സാൽവൻ. ഒന്ന് മാത്രമല്ല, മായ വിദ്യ ഉള്ളവനാണല്ലോ. മായാതാതനെ, അങ്ങയുടെ
വസുദേവർ, താതൻ വസുദേവൻ, അങ്ങയുടെ താതനെ, ഇത് മായയാൽ അവിടെ ഒരു താതനെ കൊണ്ടുവന്നിട്ട് കൃഷ്ണൻ്റെ മുന്നിൽ വെച്ച് ഹിംസിക്കുകയാണ്. വിഹിംസീഹി, ഹിംസിച്ചു, ഹിംസിക്കുകയും ചെയ്തു. തവപുരതഃ, നിൻ്റെ മുമ്പിൽ വെച്ച്. അത് ത്വയാ നിന്നാൽ പോലും ക്ഷണാർത്ഥം, കുറച്ച് നേരത്തേക്ക് ജ്ഞായീത്, ഈ മായയാണെന്നുള്ളത് മനസ്സിലായില്ല. ഇത്യാഹു, ഇപ്രകാരം പറയുന്നു. ഏകേ എന്ന് പറഞ്ഞാൽ ചിലർ എന്നുള്ള അർത്ഥമാണ്. തദിദം അവമതം, ഇതം അവമതം, ഈ അഭിമാനക്കുറവ്, അവമതം. വ്യാസഃ ഏവ, വ്യാസൻ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലർ പറയുന്നുണ്ടെങ്കിലും വ്യാസൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് ഭാഗവതത്തിൽ അത് പറയുന്ന വാചകമുണ്ട് എന്നാണ്. നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളർത്ഥം. ക്ഷിപ്ത്വാ സൗഭം ഗദാചൂർണിതമുദകനിധൗ മംക്ഷു സ്വാൽവേവി ചക്രേണോത്കൃത്തേ ദന്തവക്രഃ പ്രസവം വിപതന്നഭ്യമുഞ്ചത് ഗദാം തേ കൗമോദക്യാഹതോസ്സാവപി സുഹൃതനിധിശ്ചൈദ്യവത് പ്രാപദൈക്യം സർവേഷാമേവ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണാർത്ഥോവതാരഃ. ഭഗവാന് സൗഭത്തെ, ഗദാചൂർണിതം എന്ന് പറഞ്ഞാൽ ഗദയാൽ തകർക്കപ്പെട്ട ആ സൗഭത്തെ ഉദകനിധൗ ക്ഷിപ്തുവ, സമുദ്രത്തിലേക്ക് ഉദകനിധിയിൽ എറിഞ്ഞു കളഞ്ഞു. ക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മംക്ഷു പെട്ടെന്ന് തന്നെ സാൽവനിലും ചക്രേണ ഉൽക്കൃത്തെ, ചക്രത്താൽ ഖണ്ഡിക്കപ്പെട്ടവനിൽ എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കപ്പെട്ടപ്പോൾ, ചക്രം കൊണ്ട് സാൽവനെയും ഇല്ലാതാക്കിയപ്പോൾ ദന്തവക്രൻ, അത് ദന്തവക്രനും ശിശുപാലനും ജയവിജയന്മാരുടെ മൂന്നാമത്തെ ജന്മമാണല്ലോ. ദന്തവക്രൻ പെട്ടെന്ന്, സാൽവൻ്റെയൊക്കെ സുഹൃത്തുക്കളാണ് ഇങ്ങനെയുള്ള രാജാക്കന്മാരെല്ലാം ഒന്നിച്ചാണ് യുദ്ധത്തിനൊക്കെ വരുന്നത്. ദന്തവക്രൻ പ്രസവം പെട്ടെന്ന് തന്നെ അഭിപതൻ എന്ന് പറഞ്ഞാൽ ചാടി വീണു. അഭ്യമുഞ്ചത് തേ ഗദാം അഭ്യമുഞ്ചത്, നിൻ്റെ നേരെ ഗദയെ എറിഞ്ഞു എന്നാണ്. ഭഗവാൻ എന്ത് ചെയ്തു? കൗമോദകി ഗദയാണ് ഭഗവാന്റെ. കൗമോദക്യ അസൗ, ഇവനും അസാവപി ഹതഹ, ഹനിക്കപ്പെട്ടു. കൗമോദകി ആ ഗദ കൊണ്ട് ദന്തവക്രനും വധിക്കപ്പെട്ടു. സുഹൃതന്ധിയാണ് ആ ദന്തവക്രൻ. ഭഗവാൻ ഹനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സുഹൃതം ഉണ്ടെങ്കിലേ ഉള്ളല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, ജരാസന്ധനെ വധിച്ചില്ല, കാരണം ദുഷ്ടനാണ്. അതുകൊണ്ട് സുഹൃതനിധിയായ ദന്തവക്രനും ചൈദ്യനെ പോലെ, ശിശുപാലനെ പോലെ, വധെന്ന് പറഞ്ഞ പോലെ, ഐക്യത്തെ പ്രാപിച്ചു, അങ്ങയുമായിട്ടുള്ള ഐക്യത്തെ പ്രാപിച്ചു. നേരത്തെ ജയവിജയന്മാർക്ക് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, 3 ജന്മം കഴിഞ്ഞ് തിരിച്ച് വൈകുണ്ഠത്തിലെത്തുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇങ്ങനെ സർവേഷാമേവ, എല്ലാവർക്കും തന്നെ, പൂർവം ത്വയിധൃത മനസ്സം, മുമ്പ് നിന്നിൽ മനസ്സ് ഉണ്ടായിരുന്നവരാണ് ഇവരൊക്കെ. ജയവിജയന്മാരായപ്പോൾ ഭഗവാന്റെ പാർഷദന്മാരായിരുന്നല്ലോ. ധൃതമനസാം, അങ്ങനെയുള്ളവർക്കുടെ മോക്ഷണാർത്ഥ, മോക്ഷത്തിന് വേണ്ടി ഉള്ളതാണ് ഈ അങ്ങയുടെ ഈ അവതാരം. ത്വയ്യായാദേഥ ജാതേകില ഗുരുസദസി ദ്യൂതകേ സംയതായാഹ ക്രന്ദന്ത്യാ യാജ്ഞസേന്യാ സകരുണം അകർത്ഥാശ്ചേലമാലാമനന്തം അന്നാന്തപ്രാപ്തശർവാംശജമുനിചകിത ദ്രൗപദീ ചിന്തിതോധ പ്രാപ്താശാകന്നമശ്നൻ മുനിഗണമകൃതാസ്തൃപ്തിമന്ദം വനാന്തേ. ഭഗവാൻ ദ്വാരകയിലോട്ട് പോന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഹസ്തനപുരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നല്ലോ പാണ്ഡവർ താമസിക്കുന്നത്. പ്രത്യേക ഒരു കൊട്ടാരമൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ രാജാക്കന്മാർക്ക് വേറെ രാജാവ് യുദ്ധത്തിന് വിളിച്ചാലും ദ്യൂതം അതിന് വിളിച്ചാലും ചെല്ലണമെന്നുണ്ട്, അല്ലെങ്കിൽ അത് നാണക്കേടാണ്. ഇവിടെ അങ്ങനെയുണ്ടായി. ഈ ശകുനിയുടെ നേതൃത്വത്തിൽ കള്ളച്ചൂത് കളിക്കാൻ ശകുനിക്ക് അറിയാം. അങ്ങനെ ദുര്യോധനൻ ചെന്ന് വിളിക്കുകയും, ചൂതുകളിയിൽ വളരെ എടുക്കനാണ് ധർമ്മപുത്രൻ. അതുകൊണ്ട് യുധിഷ്ഠിരൻ ധൈര്യമായിട്ട് ചെല്ലുകയാണ്. അത് ഭഗവാൻ ആ സമയത്ത് ദ്വാരകയിലായിരുന്നത്. തുയ്യ ആയാതെ നീ ദ്വാരകയിലേക്ക് പോന്നപ്പോൾ കൗരവസദസ്സിൽ ദ്യൂതകേ ജാതേ ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി ഉണ്ടായപ്പോൾ അവിടെ തോറ്റുപോയല്ലോ. അവിടെ പാഞ്ചാലിയെ പിടിച്ചുകൊണ്ട് വരികയാണ്. സംയതായ വലിച്ചിഴച്ചുകൊണ്ട് വന്നു, അവിടെ പിടിച്ചുകൊണ്ട് വന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ക്രന്ദന്ത്യാഹ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവളായ യാജ്ഞസേന്യാഹ, യാജ്ഞസേനയുടെ
പാഞ്ചാലിയുടെ സകരുണം അകൃതാഹ ചേലമാലാം അനന്താം എന്നാണ്. ആ പാഞ്ചാലിയുടെ ചേലമാല ആ വസ്ത്രാക്ഷേപം നടത്താനാണല്ലോ ദുശാസനം ചെയ്തത്. ചേലമാല എന്ന് പറഞ്ഞാൽ ചേല വസ്ത്രങ്ങളെല്ലാം അനന്തമാക്കി ചെയ്തു. സകരുണം കരുണയോടുകൂടി. അകൃതാഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ അനന്തം അകൃതാഹ എത്ര നോക്കിയിട്ടും വസ്ത്രാക്ഷേപത്തിന് പറ്റാത്ത രീതിയിൽ ആ വസ്ത്രത്തിൻ്റെ ബാഹുല്യം ഉണ്ടാക്കി കൊടുത്തു നൃത്തം അകൃതാഹ ചെയ്തു. എന്ന് മാത്രമല്ല പിന്നീടും ആ പാഞ്ചാലിയെ രക്ഷിക്കുന്നുണ്ട്. ദുര്യോധനൻ പറഞ്ഞു വിട്ടു വനത്തിൽ അവിടെ ദുർവാസാവ് ചെല്ലുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചെല്ലണം, എന്നിട്ട് ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ ശവിക്കാം എന്നുള്ള അർത്ഥത്തിലാണ്. അന്നാന്തപ്രാപ്തം എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടെ വന്ന സർവാംശജമുനി, ശർവൻ എന്ന് പറഞ്ഞ പരമശിവനാണ്. പരമശിവൻ്റെ അംശമാണ് ദുർവാസാവ്. ആ മുനിയുടെ പ്രവൃത്തി മൂലം ചകിതയായി ഭയപ്പെട്ട ദ്രൗപദി പാഞ്ചാലി ചിന്തിച്ചു, ഭഗവാനെ ഓർത്തു. ഭഗവാനെ ഇവിടെ എന്താണ് രക്ഷയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവിടെ ചെല്ലുകയാണ്. ചിന്തിത അഥ ചിന്തിക്കപ്പെട്ടവനായ അനന്തരം പ്രാപ്ത അവിടെ എത്തി. ഭഗവാനെ അങ്ങനെയാണ്, ഈശ്വരൻ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ എത്തും. അങ്ങനെയുള്ള കഴിവുള്ള ദേവാംശത്തിന് അങ്ങനെ കഴിവുണ്ടെന്നാണല്ലോ അങ്ങനെ എത്തിയ ശാകാന്നമശ്ന്, ശാകം എന്ന് പറഞ്ഞാൽ ചീര ഭക്ഷണം ഭക്ഷിച്ച് മുനിഗണം മുനിഗണത്തെ ചെയ്തു. എന്താണ് തൃപ്തി ഉള്ളവരാക്കി ചെയ്തു. വനാന്തത്തിൽ അവർ പറഞ്ഞ് ഞങ്ങൾ ഇനിയും ഭക്ഷിക്കുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒക്കുകയില്ല തിരിച്ചു വന്നപ്പോഴേ എന്ന് പറഞ്ഞ് രക്ഷിച്ചു പാഞ്ചാലിയെ. വനാന്തം എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിൽ. ധോദ്യോഗേധ മന്ത്രേ മിളതി സതി വൃത ഫൽഗുനേന ത്വമേക കൗരവ്യേ ദത്തസൈന്യ കരിപുരമഗമോ ദൂത്യകൃത് പാണ്ഡവാർത്ഥം ഭീഷ്മദ്രോണാദിമന്യേ തവ ഖലു വചനേ ധികൃതേ കൗരവേണ വ്യാവൃണ്വൻ വിശ്വരൂപം മുനിസദസി പുരീം ക്ഷോഭയിത്വാഗതോ ഭൂഹു. യുദ്ധോദ്യോഗം, ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ആരംഭം എന്നുള്ള അർത്ഥമാണ്. ഭാരതയുദ്ധം, കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുവാണ്. അഥ മന്ത്രേ മിളതി, അതിൻ്റെ ആലോചനകൾ നടക്കുമ്പോൾ സതി, മന്ത്രത്തിൽ ചേരുന്നതിൽ എന്ന് പറഞ്ഞാൽ മന്ത്രം ചേരുമ്പോൾ സതി മൃതഃ വരിക്കപ്പെട്ടു, സ്വീകരിക്കപ്പെട്ടു. ഫൽഗുനാൽ അർജുനാൽ ത്വം ഏകഃ, നീ ഒരാൾ മാത്രം വരിക്കപ്പെട്ടു. ഒരേ സമയത്താണ് അർജുനനും ദുര്യോധനനും ശ്രീകൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗത്ത് ഞാൻ മാത്രമാകും, ഒരു ഭാഗത്ത് എൻ്റെ സൈന്യവും. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു എനിക്ക് സൈന്യം മതി എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ അർജുനൻ പറഞ്ഞു എനിക്ക് അങ്ങ് എൻ്റെ കൂടെ നിന്നാൽ മതി, സൈന്യം അല്ല അങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ്. ത്വം ഏകഃ കൗരവ്യേ ദത്തസൈന്യ, കൗരവ്യനിൽ സൈന്യം കൊടുക്കപ്പെട്ടവനായി. കരിപുരം അഗതഃ, കരിപുരം എന്ന് പറഞ്ഞാൽ ഹസ്തിനപുരം, ഹസ്തിയാണല്ലോ. എന്നിട്ട് ദൂത്യകൃത്ത്, ദൂതനായിട്ട് പോയി. വലിയ കഥയുണ്ടല്ലോ അങ്ങനെ. ആദ്യം പകുതി രാജ്യം കൊടുക്കണം, പിന്നീട് ഇല്ലെങ്കിൽ 5 രാജ്യം കൊടുക്കണം, 5 ദേശം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ദേശം അവർക്ക് താമസിക്കാൻ കൊടുക്കണം, 5 വീട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വീട് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ദുര്യോധനൻ പറയാമല്ലോ ഒരു സൂചി കുത്താൻ സ്ഥലം കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്ന കഥയുണ്ടല്ലോ. പക്ഷേ ഈ ഭഗവാന്റെ ദൂത് പറഞ്ഞതെല്ലാം ഭീഷ്മദ്രോണാദിമന്യേ, ഭീഷ്മരും ദ്രോണരും ഒക്കെ ആ ഭഗവാന്റെ വാക്കുകളൊക്കെ മാനിച്ചതാണ്. പക്ഷേ മന്യേ വചനേ, വാക്കിൽ തവ വചനെ, അങ്ങയുടെ വാക്കിൽ ധികൃതേ, അത് ധിക്കരിച്ചതിൽ എന്ന് പറഞ്ഞാൽ ധിക്കരിക്കപ്പെട്ടപ്പോൾ, കൗരവനൂടെ ദുര്യോധനൻ എന്നുള്ളതാണ്, കൗരവനാൽ ധിക്കരിക്കപ്പെട്ടപ്പോൾ എന്ന് മാത്രമല്ല ദുര്യോധനൻ പറഞ്ഞു ഈ ശ്രീകൃഷ്ണനെ നമുക്ക് പിടിച്ച് കെട്ടാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യാവൃണ്വൻ വിശ്വരൂപം, തൻ്റെ യഥാർത്ഥ ശക്തി അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മുനിസദസ്സി, ആ സദസ്സിലെ പുരിയും ക്ഷോഭയിത്വ, ആ ഹസ്തിനപുരിയെ മുഴുവൻ വിറപ്പിച്ച് കളഞ്ഞു എന്നാണ്. എന്നിട്ട് ആഗതഃ തിരിച്ചു പോകുന്നു എന്നർത്ഥം. ഭൂഹു നോസ്ത്വം കൃഷ്ണസൂത ഖലു സമരമുഖേ ബന്ധുഘാതേ ദയാലും ഖിന്നം തം വീക്ഷ്യ വീരം കിമിതമയി സഖേ നിത്യ ഏകോയമാത്മാ കോവത്യ കോത്ര ഹന്ത തദിഹ വധഭിയം പോച്യമയ്യർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം ചരേതി പ്രകൃതിമനേഥ ദർശയൻ വിശ്വരൂപം.
ഇത് യുദ്ധഭൂമിയിലെ ആദ്യത്തെ ദിവസം ഭഗവത്ഗീതയുടെ ആ സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ജിഷ്ണോഹു, ജിഷ്ണു എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ, ജിഷ്ണോഹു സൂത ത്വം അല്ലയോ കൃഷ്ണ, കൃഷ്ണ സൂതനായിട്ട് ഖലു സമരമുഖേ, യുദ്ധ ആരംഭത്തിൽ നടത്താണ്. ബന്ധുഘാതേ സമരമുഖേ, ബന്ധുക്കളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹനിക്കേണ്ട ആ സമരമുഖത്തിൽ ദയാലുവായി, കാരുണ്യ പ്രകൃതിയായി പോയി അർജുനൻ. അത് പറ്റത്തില്ല എന്നുള്ള നിലയിൽ അങ്ങനെ ഖിന്നനുമായി ദുഃഖിതനായ തം അർജുനനെ കണ്ടിട്ട്, വീരനാണ് എങ്കിലും അങ്ങനെ കണ്ടിട്ട്, കിം ഇതമായി സഖേ, അല്ലയോ സഖേ ഇതെന്താണ്, കിം ഇതം, ഇതമെന്ത്, അല്ലയോ സഖേ നിത്യ ഏക അയം ആത്മാ, പറയുകയാണ് ഈ ആത്മാവിന് ഇങ്ങനെ ശരീരം വേറെയായിട്ട് കാണണം. ആത്മാവ് ഏക, ഒന്ന് തന്നെ നിത്യൻ ആയ ആത്മാവ് നീ വരെ കാണണം. കഹ വധ്യ, ഈ യുദ്ധമായിക്കഴിഞ്ഞാൽ പിന്നെ വധ്യനായിട്ട് ആരാണ് വധ്യൻ, വധിക്കപ്പെടേണ്ടവന്, വധിക്കുന്നവന് ഹന്ത കഹ, വലിക്കുന്ന അത്ര ഇവിടെ ആരാണ് ഹനിക്കുന്നവൻ. അങ്ങനെയുള്ള ഭേദം യുദ്ധഭൂമിയിൽ ഇല്ല. തതിഹ, അതുകൊണ്ട് ഇവിടെ വധഭീയം ഭുജ്യ, നീ വധിക്കുന്നു എന്നുള്ള ആ ഭീതിയെ ഇല്ലാതാക്കിയിട്ട് കളഞ്ഞിട്ട് മയ്യർപ്പിതാത്മാ, എന്നിൽ ആത്മാവർപ്പിച്ചുകൊണ്ട്, ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്, സ്വധർമ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. ധർമ്മ്യം യുദ്ധം ചര്യ, ധർമ്മ്യമായിട്ടുള്ള ആ എതിർപക്ഷത്ത്, അന്യായപക്ഷത്ത് അല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്നവരെ ഹനിക്കുക എന്നുള്ള ധർമ്മ്യമായ യുദ്ധത്തെ നീ ചെയ്യുക തന്നെ ചെയ്യുക. ഇത് ഇപ്രകാരം പ്രകൃതി മനേതാഹ, പ്രകൃതിയെ, ആ ദുഃഖഭാവം ഇല്ലാത്ത രാജസ സ്വഭാവമുള്ള രാജാക്കന്മാർക്ക് അതല്ല, അതിലേക്ക് അനേത നയിച്ചു. ദർശയൻ വിശ്വരൂപം. ഇത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാകാഞ്ഞതുകൊണ്ട് ശ്രീകൃഷ്ണൻ സ്വന്തം ശക്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈശ്വരൻ, ഞാൻ പറയുന്നത്, ഞാൻ ഒരു സുഹൃത്ത് പറയുന്നതായിട്ട് വേണ്ട, എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞ് വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ആ ശക്തി സ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാണ്. ഭക്തോത്തം സേധ ഭീഷ്മേ തവ ധരണിഭരക്ഷേപകൃത്യൈക സക്തേ നിത്യം നിത്യം വിഭന്ദത്യവനി ഹൃദയുധം പ്രാപ്തസാദേ ച പാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞാം വിജഹദരിവരം ധാരയൻ ക്രോധശാരീവാധാവൻ പ്രാഞ്ജലിം തം നതശിരസമഥോ വീക്ഷ്യ മോദാദപാഗാഃ. ഭക്തോത്തം സേ ഭീഷ്മേ, ഭക്തോത്തംസനായ ഭീഷ്മരിൽ തവ ധരണിഭരക്ഷേപകൃത്യൈക സക്തേ, ധരണിഭാരം, ഭൂമിഭാരത്തിൻ്റെ ക്ഷേപം, അതിൻ്റെ നാശത്തിൽ, അതിൻ്റെ കൃത്യം, ആ കൃത്യത്തിന് വേണ്ടിയാണല്ലോ ഭഗവാൻ അവതരിച്ചിരുന്നത്. അതിൽ തൽപരനാണ് ഈ ഭീഷ്മരും. അങ്ങനെയുള്ള ആ ഭീഷ്മർ, കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ എത്രയോ രാജാക്കന്മാരാണ് വധിക്കപ്പെടുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്നുണ്ട് ഈ ഭീഷ്മരുടെ ഭാഗത്തുള്ള സൈന്യങ്ങളിൽ പലരും ദുര്യോധനൻ്റെ കൂടെ ഉള്ളവരാണല്ലോ. അപ്പോൾ അവരെ വധിക്കപ്പെടാൻ യോഗ്യരാണ്. അതിന് ഭീഷ്മരുടെ നേതൃത്വത്തിലാണല്ലോ അവർ വരുന്നത്. അതിന് എങ്ങനെ സഹായിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള നിത്യം നിത്യം വിഭന്ദതി, അങ്ങനെയുള്ള ഭീഷ്മരെ ദിവസവും ഭേദിക്കുന്നു. അവനിഭൃത ആയുധം, അവനിഭൃതം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, ആയുധം 10,000, ദിവസവും 10,000 രാജാക്കന്മാരെ അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഭിന്ദതി എന്ന് പറഞ്ഞാൽ ഭേദിക്കുന്നവനിൽ, അതൊക്കെ സതിസപ്തമി പ്രയോഗമാണ്, ഭേദിക്കുമ്പോൾ എന്നുള്ള ആണ്. അപ്പോൾ എന്ത് പറ്റി? പാർത്ഥേ പ്രാപ്തസാദേ എന്നാണ്. പാർത്ഥനെ അർജുനാണല്ലോ. അർജുനനിൽ സാധം എന്ന് പറഞ്ഞാൽ ക്ഷീണം, പ്രാപ്ത ക്ഷീണ എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായവനിൽ എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായപ്പോൾ ഭീഷ്മരോട് നേരിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. 10ാമത്തെ ദിവസം വരെ ഭീഷ്മരാണല്ലോ. ആ ഭീഷ്മർ വളരെ കൂടുതൽ പാർത്ഥൻ്റെ സൈന്യത്തുള്ളവരെ, അപ്പോൾ പാർത്ഥൻ പോലും ക്ഷീണിതനായപ്പോൾ എന്നർത്ഥം. അപ്പോൾ നേരത്തെ ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു, ഞാൻ പാണ്ഡവപക്ഷത്താണ്, പക്ഷേ ആയുധം എടുക്കുകയില്ല, എൻ്റെ സൈന്യം കൗരവപക്ഷത്തായിരിക്കും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ഭീഷ്മർ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നും പറഞ്ഞിരുന്നു.
അപ്പോൾ ഈ സന്ദർഭം വന്നപ്പോൾ ഭഗവാന് രക്ഷയില്ല. ഭഗവാൻ തൻ്റെ സുദർശന ചക്രവുമായിട്ട് അതും എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ ഓടിച്ചെന്നു. അതാണ് നിശസ്ത്രത്വ പ്രതിജ്ഞാം വിജഹത്. അതില്ല, അത് ഉപേക്ഷിച്ചു. ശസ്ത്രം എടുക്കുകയുള്ള പ്രതിജ്ഞ ഉപേക്ഷിച്ചിട്ടു. എന്നിട്ട് വളരെ ശ്രേഷ്ഠമായ അരിവരം ശ്രേഷ്ഠമായ ആ ചക്രത്തെ ധരിച്ചുകൊണ്ട് ക്രോധശാലി കോപത്തോടുകൂടി കോപശാലി ഇവ അധാവൻ എന്നാണ്, കോപശാലിയെ പോലെ ഓടിച്ചെന്നു എന്നാണ്. പ്രാഞ്ജലിം തം എന്ത് ചെയ്തു? ഭീഷ്മരെന്ത് ചെയ്തു? നമസ്കരിച്ചു. ആ കൃഷ്ണൻ്റെ വരവ് കണ്ടിട്ട് നമസ്കരിച്ചപ്പോൾ പ്രാഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകയോടുകൂടിയ അവനെ നതശിരസം, ശിരസ് നമിച്ചവനായ അവനെ അഥോ എന്ന് പറഞ്ഞാൽ അഥ തന്നെ വീക്ഷ്യ കണ്ടിട്ട് മോദാത് അപാകാഹ സന്തോഷത്തോടു കൂടി തിരിച്ച് പോന്നു. അങ്ങനെ അർജുനൻ രക്ഷപ്പെട്ടു. തൻ്റെ ആ പ്രതിജ്ഞ കളഞ്ഞെങ്കിലും ആ ഭീഷ്മരുടെ, തൻ്റെ ഭക്തോത്തമനായ ഭീഷ്മരുടെ പ്രതിജ്ഞ വേണം നിലനിൽക്കാൻ എന്ന്. അതുപോലെ ഭഗവാനെ നമസ്കരിച്ചാൽ ഒരു അപകടവും ഉണ്ടാവുകയില്ല എന്നിങ്ങനെ പല കാര്യങ്ങളാണ് ഇതിന് വ്യാഖ്യാനം. യുദ്ധേ ദ്രോണസ്യ ഹസ്തിസ്ഥിരേണ ഭഗദത്തേരിതം വൈഷ്ണവസ്ത്രം വക്ഷസ്യാധത്ത ചക്രസ്ഥഗിത രവിമഹാപ്രാർദയ സിന്ധുരാജം നാഗാസ്ത്രേ കർണമുക്തേ ക്ഷിതിം അവനമയൻ കേവലം കൃത്തമൗല്യം തത്രാപി പാർത്ഥം കിമിവ നഹി ഭവാൻ പാണ്ഡവാനാമകർഷീത്. യുദ്ധത്തിൽ ദ്രോണർ നയിക്കുന്ന യുദ്ധത്തിൽ ഹസ്തിസ്ഥിരേണ ഭഗദത്തേരിതം. ഹസ്തി എന്ന് പറഞ്ഞാൽ ആനയുടെ പുറത്ത് സ്ഥിരമായി യുദ്ധം നടത്തുന്ന ഭഗദത്തൻ. ഭഗദത്തേരിതം എന്ന് ഭഗദത്തനാൽ അയക്കപ്പെട്ടത് എന്നർത്ഥം. വൈഷ്ണവാസ്ത്രം, നാരായണാസ്ത്രം ഭഗദത്തൻ അയച്ചു. നാരായണാസ്ത്രത്തിന് മറ്റു പോകുമ്പോഴൊന്നുമില്ല. അത് ഭഗവാന് അതിനെ സ്വന്തം വക്ഷസി ആസത്ത, സ്വന്തം വക്ഷസിലതിനെ തടഞ്ഞു നിർത്തി ആസത്ത ധരിച്ചു. വേറെ ആർക്കും അത് തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല. അങ്ങനെ ആ അസ്ത്രത്തെ ഭഗവാൻ സ്വയം തൻ്റെ വക്ഷസിൽ ഏറ്റെടുത്തു എന്നർത്ഥം. പിന്നെ അതുപോലെ അങ്ങനെ അർജുനെ രക്ഷിച്ചു. അർജുനൻ്റെ തേരാളിയാണല്ലോ. ചക്രസ്ഥഗിത രവിമഹാഹ പ്രാർദ്ദേ സിന്ധുരാജം. തൻ്റെ സുദർശന ചക്രത്താൽ സ്ഥഗിതം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തപ്പെട്ടു. ചക്രസ്ഥഗിത രവി എന്ന് പറഞ്ഞാൽ സൂര്യ തേജസ്. അഭിമന്യുവിനെ വധിക്കാൻ പലരും കൂടിയാണ് വധിക്കുന്നത്. അതിൽ നേതൃത്വം നൽകിയത് ജയദ്രഥനാണ്. അർജുനൻ്റെയും സുഭദ്രയുടെയും പുത്രനാണല്ലോ അഭിമന്യു. അഭിമന്യുവിൻ്റെ പത്നി ഉത്തര എന്ന ഗർഭിണിയുമായിരുന്നു ഈ യുദ്ധസമയത്ത്. ആ ജയദ്രഥനെ വധിക്കും എന്ന് അർജുനൻ പ്രതിജ്ഞയെടുത്തു. അടുത്ത ദിവസത്തും സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കും എന്നാണ്. പക്ഷേ അതറിഞ്ഞ കൗരവരെ ജയദ്രഥനെ ആ യുദ്ധമുഖത്ത് നിന്ന് അങ്ങ് മാറ്റി. പിന്നെ വധിക്കാനൊക്കുകയല്ലോ. അപ്പോൾ വളരെ സന്ധ്യ എടുക്കാറായിട്ടും ജയദ്രഥനെ കാണുന്നില്ല. പ്രതിജ്ഞയുണ്ട്. പ്രതിജ്ഞ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ യുദ്ധത്തിൽ തുടരത്തില്ല, അല്ലെങ്കിൽ മരിക്കും എന്നൊക്കെയാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അത്ര വിഷമമായിപ്പോയി എൻ്റെ യുദ്ധത്തിലെ. ഭഗവാന് ഇതെല്ലാം അറിയാമല്ലോ. ഭഗവാൻ എന്ത് ചെയ്തു? കുറച്ച് മുമ്പ് തൻ്റെ ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു. അപ്പോൾ സന്ധ്യയായി എന്ന് എല്ലാവരും ധരിച്ചു. സന്ധ്യ വരെയുള്ളൂ യുദ്ധം. അപ്പോഴേക്കും ആ ജയദ്രഥനും എല്ലാവരും കൂടി വളരെ വലിയ ഘോഷത്തോടുകൂടി, വലിയ ഉത്സാഹത്തോടുകൂടി, ഇപ്പോൾ ഇനി അർജുനൻ പ്രതിജ്ഞ നിറവേറ്റി മരിക്കണമല്ലോ, വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ ചക്രം മാറ്റിയിട്ട് സൂര്യൻ പോയില്ല എന്ന് കാണിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ ആ ജയദ്രഥൻ്റെ നേരെ അമ്പ ചെയ്ത് വധിച്ചു. അങ്ങനെയാണ് ഒരു കഥയുള്ളത്. അതാണ് ചക്രസ്ഥഗിത രവി മഹാഹ. സൂര്യ തേജസ്സൊക്കെ ചക്രത്താൽ തടയപ്പെട്ടിട്ട് സിന്ധുരാജനെ, ആ ജയദ്രഥനെ പ്രാർദ്ദേയൻ വധിച്ചു എന്നർത്ഥം ഇവിടെ. അതുപോലെ പിന്നൊരു സമയത്ത് നാഗാസ്ത്രേ, കർണമുക്തയെ നാഗാസ്ത്രേ, കർണൻ അയച്ച നാഗാസ്ത്രത്തിൽ അതിനും ഈ പ്രശ്നമുണ്ട്. അത് അർജുനനെ വധിക്കുമെന്ന് സംശയം വന്നപ്പോൾ ക്ഷിതിം അവനമയൻ, ഈ ചക്രം, ഈ രഥം ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി ഭഗവാൻ. അപ്പോൾ ഈ അസ്ത്രം അർജുനൻ്റെ കിരീടവും എടുത്തുകൊണ്ട് പോയി. കഴുത്ത് മുറിച്ചില്ല. അത് കർണമുക്തയെ
നാഗാസ്ത്രയെ ക്ഷിതിയം അവനമയൻ ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടു. കേവലം കൃത്തമൗലി, ആ മൗലി എന്ന് പറഞ്ഞാൽ ഇവിടെ കിരീടം, അത് മാത്രം കൃത്തമായി അർജുനൻ്റെ. അങ്ങനെ തത്രയെ രക്ഷിച്ചു. തത്രാപി അവിടെയും പാർത്ഥം അർജുനനെ കിമേവ നഹി ഭവാൻ എന്ത് തന്നെ ഭഗവാൻ അങ്ങ് നഹി പാണ്ഡവാനാം അകാർഷിയിൽ പാണ്ഡവന്മാർക്ക് എന്തെന്ത് സഹായത്തെ തന്നെ അകാർഷിയിൽ നിന്നാണ് ചെയ്തില്ല. ഇങ്ങനെ പല തരത്തിൽ പാണ്ഡവരെ രക്ഷിച്ചു എന്നുള്ളർത്ഥമാണ് ഇവിടെ. യുദ്ധാദൗ തീർത്ഥഗാമീ സഖലു ഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛന്ന പ്രത്യുത്ഥായി സൂതക്ഷയകൃതഥ സുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞം ബല്വലം പർവണി പരിതലയൻ സ്നാതതീർത്ഥോ രണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധന രണമശമം വീക്ഷയാതപുരീം തേ. ഈ സമയത്ത് ബലരാമൻ എവിടെ ആയിരുന്നു എന്നാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. കാരണം ദുര്യോധനനോട് ബലരാമനൊരു പ്രത്യേക സ്നേഹമുണ്ട്. തൻ്റെ ഗദായുധത്തിൽ തൻ്റെ ശിഷ്യനാണ്. കൃഷ്ണൻ പാണ്ഡവപക്ഷത്താണ്. അവിടെ ഇനിയും അവിടെ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തീർത്ഥയാത്രയ്ക്ക് പോയി. സഖലു ഹലധരന് ബലരാമനാണല്ലോ. നൈമിഷക്ഷേത്രവൃക്ഷൻ നൈമിഷാരണ്യത്തിലെത്തി. അവിടെ സൂതൻ ഉണ്ട്. അത് ഈ ഭഗവത് കഥ പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. ആ സൂതൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രത്യുത്ഥാനം ചെയ്യുക. താൻ ചെന്നപ്പോൾ എണീറ്റില്ല. ഈ സൂതനായിട്ട് ഒരാൾ ഒരിടത്തിരുന്നാലേ ആര് വന്നാലും എഴുന്നേക്കരുത് എന്നതിന് നിയമമുണ്ട്. അങ്ങനെയാണ് എഴുന്നേക്കാഞ്ഞത്. അല്ലാതെ ബലരാമനെ കണ്ടിട്ട് ബഹുമാനക്കുറവുണ്ടല്ല. അതൊരു ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ഈ ഇത് പറയുമ്പോഴും കൂത്ത് കൂടിയാട്ടം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ആ വേഷം കെട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജാവ് വന്നാലും അദ്ദേഹത്തിന് പിന്നെ മാറ്റം ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല മുന്നിൽ രാജാവായിരിക്കുന്നതെങ്കിൽ പോലും രാജാവാണെന്ന് കരുതി എന്തെങ്കിലും പറയുന്നത് കുറയ്ക്കുകയൊന്നും പാടില്ല. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ ആ രീതിയിൽ തന്നെ ഒത്തിരി കഥകളുമുണ്ട്, ചരിത്ര സംഭവങ്ങളുമുണ്ട്. അങ്ങനെ എഴുന്നേക്കാതിരുന്നപ്പം അത് ഈ ബലരാമൻ അതൊരു തന്നെ അവമാനിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെയാണ്. സൂതന രോമഹർഷണൻ എന്ന സൂതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഉഗ്രശ്രവസ്. ഈ ബലഭദ്രൻ എന്ത് ചെയ്തു? ഈ സൂതനെ അപ്രത്യുത്ഥായ സൂതക്ഷയകൃത്, സൂതനെ തന്നെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോഴേ വധിക്കുക തന്നെ ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനൊരു നിയമമുണ്ട്, എഴുന്നേക്കരുത് എന്നതിൻ്റെ നിയമമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അത് മനസ്സിലായി. അപ്പോഴാണ് അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? സുതം തത്പദേ കൽപ്പയിത്വ, സുതനെ ആ പദത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് കൽപ്പയിത്വ ചെയ്തിട്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് എന്താണ്? അപ്പം മഹർഷിമാർ പറഞ്ഞപ്പോൾ അങ്ങ് ഇവിടെ തന്നെ താമസിക്കണം. അപ്പോൾ ഇവിടെ എല്ലാ വാവ് ദിവസവും ബല്വരൻ എന്ന അസുരൻ വന്നിട്ട് ഞങ്ങളെ വളരെ ഉപദ്രവിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ യജ്ഞത്തെ ഇല്ലാതാക്കുന്നുണ്ട്. യജ്ഞഘ്നനായ ബല്വലനെ പർവണി വാവുതോറും ബല്വനെ പരിതലയൻ ഇല്ലാതാക്കി എന്നർത്ഥം. എന്നിട്ട് സ്നാതതീർത്ഥ, ഈ സൂതനെ വധിച്ചതൊക്കെ പാപമാണല്ലോ. അപ്പോൾ തീർത്ഥാടനത്തിന് വീണ്ടും പോവുകയാണ്. സ്നാതതീർത്ഥ രണാന്തേ യുദ്ധം തീരാറായപ്പോൾ സംപ്രാപ്ത തിരിച്ചെത്തി. ഭീമദുര്യോധന രണം അശമം വീക്ഷ്യ. അപ്പോൾ വന്നപ്പോൾ യുദ്ധമെല്ലാം കഴിഞ്ഞു. അവസാനത്തെ യുദ്ധമാണ്. ഭീമനും ദുര്യോധനനും കൂടി ഗദായുദ്ധം നിർത്തുകയാണ്. അത് എങ്ങനെയെങ്കിലും നിർത്താൻ ഒക്കുമോ എന്നൊക്കെ ശ്രമിച്ചു നോക്കി, പറ്റത്തില്ല. മനസ്സിലായി. ഇനിയും അവരെ പിന്തിരിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് കണ്ടിട്ട് രണം അശമം വീക്ഷ, അത് ഇല്ലാതാക്കാൻ ഒക്കാത്തതാണ് എന്ന് കണ്ടിട്ട് യാതഹ പുരിയും അങ്ങയുടെ പുരിയിലേക്ക്, ദ്വാരകയിലേക്ക് നിന്ന് മടങ്ങിപ്പോയി എന്നർത്ഥം. സംസുപ്ത ദ്രൗപദേയക്ഷപണഹതധിയം ദ്രൗണിമേത്യ തുദുക്രിയാ തന്മുക്തം ബ്രാഹ്മമസ്ത്രം സമഹൃത വിജയോ മൗലിരത്നം ജഹ്രേ ഉച്ഛിത്യൈ പണ്ഡവാനാം പുനരവിജ വിശത്യുത്തരാഗർഭസ്ത്രേ രക്ഷന്നങ്കുഷ്ഠമത്ര കില ജഠരമകാശ്ചക്രവാണിർ വിഭോത്വം. യുദ്ധത്തിൻ്റെ അവസാനം വന്നൊരു ഈ
ഭീമനും ദുര്യോധനനും യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ദുര്യോധനൻ താഴെ വീണു. അപ്പം എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നുള്ള നിലയിൽ കിടക്കുമ്പോൾ ദുര്യോധനൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് ദ്രൗണരുടെ പുത്രനാണല്ലോ. ചെന്ന് പറഞ്ഞു, ഞാൻ ആ പാണ്ഡവരുടെ പുത്രന്മാരെ എല്ലാം രാത്രിയിൽ ഉറക്കത്തിൽ തന്നെ ഞാൻ ഇല്ലാതാക്കിയേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ചെയ്തു. എല്ലാ 10 പാണ്ഡവരുടെ പുത്രന്മാരെ ആ പടകുടീരത്തിൽ ഉറങ്ങിക്കിടന്നവരെ നിഷ്കരണം വധിച്ചു. അതാണ് സംസുപ്തം ഉറങ്ങിക്കിടന്ന ദ്രൗപദേയൻ പറഞ്ഞ ദ്രൗപദിയുടെ പുത്രന്മാരെ ക്ഷപണം അവരെ ഹതധീയം അവരെ ഇല്ലാതാക്കുന്ന ബുദ്ധിയോടുകൂടിയ മോശപ്പെട്ട ബുദ്ധിയോടുകൂടിയാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ദ്രൗണി ആ അശ്വത്ഥമാവിനെ സമീപിച്ചിട്ട് തൊതുക്കുക, നീ പറഞ്ഞു ഒട്ടും ദയവിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കെട്ടി. തന്മുക്തം ബ്രാഹ്മണാസ്ത്രം. പക്ഷേ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പാണ്ഡവർക്ക്. പക്ഷേ ബ്രഹ്മാസ്ത്രത്തിന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു, ആ ബ്രഹ്മാസ്ത്രവും അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച ആ 2 ബ്രഹ്മാസ്ത്രം കൂടെ തിരിച്ച് എടുക്കണം. അശ്വത്ഥമാവിന് തിരിച്ചെടുക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് 2ഉം കൂടി അർജുനൻ തന്നെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. അതാണ് തന്മുക്ത. അവൻ വിട്ട ബ്രഹ്മാസ്ത്രത്തെ സമഹൃത തിരിച്ചെടുത്തു. വിജയ മൗലിരത്നഞ്ച ജഹ്രേ എന്ന് മാത്രമല്ല, അശ്വത്ഥമാവിനെ പിടിച്ച് കെട്ടിയിട്ട് അശ്വത്ഥമാവിൻ്റെ തലയിലുണ്ടായിരുന്ന രത്നം ചൂഴ്ന്നെടുത്തു. പിന്നീട് അശ്വത്ഥമാവിന് ഒരു ആരോഗ്യവുമില്ലാതായി അലഞ്ഞു നടക്കാനേ പിന്നെ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുത്തി എന്നാണ്. പക്ഷേ അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിന് വീണ്ടും ശക്തിയുണ്ടായിരുന്നു. പാണ്ഡവരെ ഉന്മൂലനം ചെയ്യാനാണല്ലോ. അതിൻ്റെ ഒരു ഭാഗം ഉത്തരാഗർഭത്തിലെ അഭിമന്യുവിൻ്റെ പുത്രനുണ്ട്. ആ അഭിമന്യുവിൻ്റെ പുത്രനെ ഈ അസ്ത്രം ദഹിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ഉത്തര കരഞ്ഞ് ഭഗവാനെ വിളിച്ചു. അപ്പം ഭഗവാൻ ചെന്നൊരു പെരുവിരലിൻ്റെ വലുപ്പത്തിൽ ചെന്ന് ഗർഭപാത്രത്തിൽ ഈ ഗർഭത്തെ രക്ഷിച്ചുകൊണ്ട് രക്ഷിച്ചു എന്നാണ് കഥ. അതാണ് ഇവിടെ പറയുന്നത്. ക്ഷത്രിയെ അതിനെ ഇല്ലാതാക്കുന്നതിന് പാണ്ഡവന്മാരുടെ ആ കുലത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വീണ്ടും പുനരഭിജ വിശതി ആ ബ്രഹ്മാസ്ത്രം ഉത്തരാഗർഭം കയറിയപ്പോൾ, ഉത്തരാഗർഭത്തിലെ അസ്ത്രം കയറിയപ്പോൾ അസ്ത്രം കയറിയപ്പോൾ രക്ഷൻ അതിനെ രക്ഷിക്കുന്നവനായ അങ്കുഷ്ഠം എന്ന് പറഞ്ഞാൽ പെരുവിരൽ മാത്രമായ അങ്ങ് ജഠരമഗാഹ ആ ഗർഭപാത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ചക്രവും കയ്യിലുണ്ട്. ത്വം അങ്ങ് അങ്ങനെ എത്തിച്ചേർന്നു അർത്ഥം. ധർമ്മൗഘം ധർമ്മസൂനോരഭിദധദഖിലം ഛന്ദമൃത്യുസ്സഭീഷ്മസ്ത്വാം പശ്യൻ ഭക്തിഭൂം നൈവ ഹി സപദീയയൗ നിഷ്കളബ്രഹ്മഭൂയം സംയാജ്യാധാശ്വമേധൈസ്ത്രിഭിരതിമഹിതൈർധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം പവനപുരവതേ പാഹി മാം സർവരോഗാത്. ധർമ്മൗഘം എന്ന് പറഞ്ഞാൽ എല്ലാ ഓഘം കൂട്ടമാണ്. എല്ലാ ധർമ്മം, രാജധർമ്മം, പൗരധർമ്മം എല്ലാം. അങ്ങനെ ധർമ്മസൂനോ എന്ന് പറഞ്ഞാൽ ധർമ്മൻ്റെ പുത്രനാണ് യുധിഷ്ഠിരവിന് അഭിദധത് എല്ലാം പറഞ്ഞു കൊടുത്ത അഖിലം. ഛന്ദമൃത്യുവായ സഹ ഭീഷ്മരെ യുദ്ധഭൂമിയിൽ അമ്പ് ഏറ്റു വീണെങ്കിലും ഭീഷ്മർക്കൊരു വരമുണ്ട്. ഭീഷ്മർ ആഗ്രഹിക്കുമ്പോഴേ മരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ തന്നെ ശരശയ്യയിൽ കിടക്കുകയാണ്. ഉത്തരായനം വന്നിട്ട് മരിക്കാൻ എന്ന് വിചാരിച്ചു. അപ്പോൾ യുദ്ധത്തിന് ശേഷം എല്ലാവരും കൂടി കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവരെല്ലാവരും കൂടെ ഭീഷ്മരെ എടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഭീഷ്മർ ഉപദേശിക്കുന്നു. അനേകം ഉപദേശങ്ങൾ ധർമ്മപുത്രർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഭീഷ്മരെ ത്വാം പശ്യൻ, നിന്നെ കണ്ടിട്ട് ഭക്തിഭൂം നൈവഹി, വളരെ ഭൂമാൻ, വളരെ വലിയ ഭക്തിയോടുകൂടി തന്നെ സവതിപ്പെട്ടെന്ന് യയവും എത്തിച്ചേർന്നു. നിഷ്കള ബ്രഹ്മഭൂയം, നിഷ്കള ബ്രഹ്മഭൂയത്തിലേക്ക്, ആ ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു എന്നർത്ഥം. അപ്പം പിന്നീട് ഭഗവാന് സംയോജ്യ അഥ അശ്വമേധങ്ങളെ കൊണ്ട് 3 അശ്വമേധയാഗങ്ങളെ കൊണ്ട് അതിമഹിതൈഹി വലിയ മഹത്തായ അശ്വമേധങ്ങളെ കൊണ്ട് ധർമ്മജനെ ധർമ്മപുത്രരെ
പൂർണ്ണകാമനായിട്ട് സംയോജ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി തീർത്തിട്ട് സംപ്രാപ്ത ദ്വാരകയിൽ എത്തിച്ചേർന്നെത്തും. അല്ലയോ അങ്ങനെയുള്ള പവനപുരവതേ ഗുരുവായൂരപ്പ, പാഹിമാം സർവരോഗാത്, എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.